Hey everyone, welcome to Logistics. LDC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ 2023 LDC വേരിയസ് പോസ്റ്റിലേക്ക് വിളിച്ച എക്സാമിൻ്റെ 208/23 എക്സാമിൻ്റെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് കടക്കാം. റൈറ്റ് ദ ആൻറ്റണിം ഫോർ ദി അണ്ടർലൈൻഡ് വേർഡ്. എന്താണ് ആൻറ്റണിം? ആൻറ്റണിം എന്ന് നമ്മൾ പറയുന്നത് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന വേർഡ്സ് ആണ്. ഓപ്പോസിറ്റ് അഥവാ വിപരീത പദങ്ങൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. തിങ്സ് ദാറ്റ് ആർ ചീപ്പ് ഇൻ സമ്മർ ആർ സംടൈംസ് ടു ഡാഷ് ഇൻ വിൻ്റർ. സോ ഇവിടെ ചീപ്പ് ഉപയോഗിച്ചിരിക്കുന്ന അർത്ഥം വിലക്കുറവ് എന്ന അർത്ഥത്തിലാണ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് ആദ്യം മനസ്സിലാക്കുക. ക്വസ്റ്റ്യനിൽ ഏത് കോണ്ടെക്സ്റ്റിലാണ് ഒരു വാക്ക് ഉപയോഗിച്ചിരിക്കുന്നതെന്ന്. കാരണം പല അർത്ഥങ്ങൾ ഇംഗ്ലീഷ് വാക്കുകൾക്ക് പല കോണ്ടെക്സ്റ്റ് അനുസരിച്ച് മാറി വരാറുണ്ട്. ഓക്കെ, സോ ഇവിടെ ചീപ്പ് എന്നത് വിലക്കുറവ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ഓപ്പോസിറ്റായി വരുന്ന ഓപ്ഷൻ ഡിയർ ആണ്. ഓക്കെ, സോ ഓപ്ഷൻ ബി ആണ് ക്വസ്റ്റ്യൻ നമ്പർ 82ൻ്റെ ആൻസർ. ക്വസ്റ്റ്യൻ 83 കിടക്കാം. പ്രീത ഡാഷ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് വീക്ക്. ഓക്കെ, ഇത് സിമ്പിൾ ഫോർമാറ്റിലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ടെൻസ് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ, സോ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രീത മെറ്റ് വിത്ത് ആൻ ആക്സിഡൻറ്റ് ലാസ്റ്റ് വീക്ക്. നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് മാത്രമേ ഇവിടെ ആവശ്യമുള്ളൂ. ക്വസ്റ്റ്യൻ്റെ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, ക്വസ്റ്റ്യൻ 84 കിടക്കാം. രമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ് ദ എക്സാം. ഓക്കെ, ഇവിടെ ആസ് വെൽ ആസ് എന്ന വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, ആസ് വെൽ ആസ് എന്ന വേർഡ് വരുമ്പോൾ നമ്മളുടെ ആദ്യത്തെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഏത് ഫോമിലാണ്, അതായത് അത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഇപ്പോൾ രമ ആസ് വെൽ ആസ് മോഹൻ ആണെന്നുണ്ടെങ്കിൽ രമ എന്ന വേർഡിൻ്റെ ബേസ്ഡ് ആയിട്ടാണ് അവിടെ ആൻസർ വരിക. അവിടെ മോഹന് ഇമ്പോർട്ടൻസ് ഇല്ല. ഓക്കെ, സോ രാമ അല്ലെങ്കിൽ രമ ഓർ രമ അത് നമുക്കൊരു സിംഗുലർ വേർബ് ആയതുകൊണ്ട് അതിനെ ഫോളോ ചെയ്യുന്നത് എന്താണ്? ഹാസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, സോ ഇത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി ആസ് വെൽ ആസ് വരുന്ന കോണ്ടെക്സ്റ്റിൽ. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഹാസ് ആണ്. ക്വസ്റ്റ്യൻ 89 പോകാം. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു അസേർട്ടീവ് സെൻറ്റൻസ്. അസേർട്ടീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാര്യം ചെയ്യും എന്നുള്ള രീതിയിൽ നമ്മൾ അസേർട്ട് ചെയ്ത് പറയുന്നതിനെയാണ് അസേർട്ടീവ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു തരം സെൻറ്റൻസ് ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണ്. ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊണ്ട് എൻഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഒരു ചോദ്യമാണ് എപ്പോഴും ഇൻറ്ററോഗേറ്റീവ് സെൻറ്റൻസസ്. അതുപോലെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് ഉണ്ട്. എക്സ്ക്ലമേറ്ററി പറയുമ്പോൾ എപ്പോഴും ഒരു എക്സ്ക്ലമേഷൻ മാർക്കോടുകൂടി ഒരു ആശ്ചര്യത്തോടു കൂടി എൻഡ് ചെയ്യുന്ന ആശ്ചര്യത്തിൻ്റെ ഫീൽ തരുന്ന സെൻറ്റൻസസിനെയാണ് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മളോട് അസേർട്ടീവ് സെൻറ്റൻസ് ആക്കാനാണ് പറയുന്നത്. സോ ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ് എന്ത് സെൻറ്റൻസാണ്? ഇതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് വെച്ചല്ലേ എൻഡ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഇൻട്രോഗേറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ അസേർട്ടീവ് ആക്കാനാണ് പറയുന്നത്. ഓക്കെ, ക്യാൻ യു ലിഫ്റ്റ് ദ ഹെവി ലഗേജ്. സോ നമുക്കത് അസേർട്ട് ചെയ്ത് പറയണം, ഒരു കാര്യം പറ്റും എന്നുള്ള രീതിയിൽ. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ ഏതാണ് വരുന്നത്? 89ൻ്റെ ഓപ്ഷൻ വരുന്നത് സി ആണ്. ഐ ക്യാൻ ലിഫ്റ്റ് ദ ഹെവി ലഗേജ്. നിങ്ങൾക്ക് ആ ഹെവി ലഗേജ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമോ? എനിക്ക് ആ ഹെവി ലഗേജ് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ.